ഇപ്പോൾ നീ നമ്മ പ്രൈം മിനിസ്റ്റർ വിഷയം വരുമ്പോൾ കൊറോണ ടൈമിൽ അവർ ദീപം കൊടുത്താൻ ചൊല്ലിയിരുന്നു എല്ലാവർക്കും. അവർ അന്നൊരു എന്താ ഡ്രസ്സിൽ വന്നത് തരുമോ? വേസ്റ്റ് കൊടുത്തിട്ട് താൻ വന്നത്, മയിൽ വിളക്ക് താൻ വെച്ചിരുന്നത്. പാരുക ഷർട്ട് കൊണ്ട് പാരുക. ഇംഗ്ലണ്ടിലൊരു ഇടം ഒഴിക്കുക, സിലിബറി ഹിൽ എന്ന് ചൊല്ലും. സിലിബറി ഗൂഗിളിൽ അടിച്ചപ്പോൾ അത് ശരിക്കും ആക്ച്വലി അഗസ്റ്റ് സിദ്ര മുരുകയന്ത്രം വെച്ച ഇടം എന്താ ഇംഗ്ലണ്ടിൽ സിലിബറി ഹില്ല്. ഇപ്പം ഗവൺമെന്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് ചൊല്ലിയിരിക്കുക. നിറയെ ആൾക്കാർ പോയി കുഴിച്ചിരിക്കുക അതിലെന്നാ ഇരിക്കുന്നത് பார்ക്കാൻ. മാൻ മെയ്ഡ് ഓൾഡസ്റ്റ് പിരമിഡ് தானது. இந்த முருக யுகத்தில் அறுவடை வீடுகளோடையும் முக்கியத்துவம் வந்து எப்படி? അപ്പോൾ ഉലകത്തിൽ 6 ഇടങ്ങളിൽ ഇരുന്ന എനർജി പോയിന്റ് പടവീട് ഈ 6 പടവീട്. എക്സാമ്പിൾ ഒരു 3 വിഷയം കിടത്തിരിക്കുക. ഒന്ന് ആസ്ട്രേലിയ, ബ്ലൂ മൗണ്ടൻ എന്താണ് ഒരു പടവീട്. നിങ്ങൾക്ക് ആസ്ട്രേലിയ പോകുമ്പോൾ അങ്ങ് അബോർജിനൻസ് എന്ന് പറഞ്ഞ ഒരു പഴമുടി മക്കളുണ്ട്. അവരുടെ ലാംഗ്വേജ് തമിഴ് ഭാഷയായിട്ട് ரொம்ப കണക്റ്റഡ്. ஒரு பாமர மக்களுக்கு முருகர் யுகம் வருது அப்படிங்கறது எப்படி உணர முடியும்? 2 ടൈപ്പ് ഉണ്ട്. ഞാൻ അടുത്ത ഡ്യൂട്ടിയും കൂടി ചൊല്ലിയിട്ട് നമുക്ക് അതിലേക്ക് പോവാം. 3ാമത്തെ ഡ്യൂട്ടി 6 ഡ്യൂട്ടി. തേർഡ് ഡ്യൂട്ടി ചൊല്ലിയത് സ്കന്ദഭാരത മഹായാഗം. അത് ഇവിടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശങ്കരാചാര്യ 4 മഠം വെച്ചിരിക്കുക. അത് 4 മഠത്തിൽ പോയി അങ്ങനെ തണ്ണി കൊണ്ടുവന്ന് ഉജ്ജയിനിൽ മുരുക പൂജ പണിയിട്ട് താൻ പഴനിയിൽ ആഗസ്റ്റ് 15 പണിയത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് 2021 താൻ ചെയ്തത്. അത് എതൊക്കെ ചെയ്തു വെച്ചാൽ ശങ്കരാചാര്യ പറ്റിയ ഒരു വിഷയം ചൊല്ലാണ്. ഇപ്പം ആദ്യ ശങ്കരാചാര്യ അവർ 32 വയസ്സ് വരെ താൻ അവർ വരുമ്പോൾ ഇങ്ങനെ ഹിന്ദുമതം ഇല്ല, ഡാമേജ് ആയിട്ടിരിക്കുന്ന ടൈമിൽ അവർ വന്നിട്ട് താൻ ഹിന്ദുമതം റിട്ടേൺ കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് തെരിയും അവരിനി അവർക്ക് അപ്പുറം 1000 years ഫോറിനേഴ്സ് ഇങ്ങനെ റൂൾ പണ പോകുന്നത്. അഗൈൻ ഹിന്ദു റിലീജിയൻ ഡൗൺ പണ പോകുന്നത് ആവക്കൂടാതെ. അപ്പോൾ അവരൊരു വിഷയം ചെയ്താച്ച് 4 മഠം വെച്ചാച്ച്. ഇത് ആക്ച്വലി എല്ലാവർക്കും തെരിയുന്ന വിഷയം. 4 മഠം വെച്ചത്, ഒന്ന് ശൃംഗേരി, ഒന്ന് പുരി, ഒന്ന് ജോഷിമഠ്, ഒന്ന് ദ്വാരക, അന്ന് 4 കോർണറിൽ താൻ വെച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇത് എനർജി ബെൽറ്റ്. இந்த எனர்ஜி பெல்ட்டில் எவ்வளோ வருஷம் இருந்தாலும் ஹிந்து மதம் டேமேஜ் ஆகக்கூடாது வச்ச வடந்த உங்களுக்கு பாருங்க. அவர் போயதுக்கப்புறம் 1000 years ഫോറിൻ റൂളേഴ്സ് വന്നാച്ച്. இந்த 4 മഠത്തിലുള്ള ഇപ്പോഴും ഹിന്ദു മതം ഇരിക്കുക. 4 മഠത്തിന് വെളിയിൽ പാരുങ്ങോ എല്ലാം പോയാച്ച്. അപ്പോൾ അവളും ബ്രില്യൻ്റ് ആയിട്ട് ഓരോ ഋഷിമാരും ചെയ്യുന്നത് വെരി ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് തന്നെ ഉള്ളത്. അത് ഉള്ളിൽ പോയി പാത്താൽ നമുക്ക് തരും. അപ്പം നമ്മൾ അങ്ങ് പോയി വെള്ളം തണ്ണി എടുത്തുകൊണ്ട് വന്ന് ഉജ്ജയിനിൽ വന്ന് പൂജ പണിയാച്ച്. ഉജ്ജയിൻ ചൊല്ലിയാച്ച് 0 times ആണ്. അന്നൊരു വിക്രമാദിത്യ എന്ന് പറഞ്ഞ കിങ് റൂൾ പണിയിരുന്നു. അവരുടെ ടൈമിൽ അതിൻ്റെ ഫൈനാൻഷ്യലായിട്ട് ரொம்ப പവർഫുൾ ആയിരുന്നത്. അത് ഉജ്ജയിലൊരു ഇമ്പോർട്ടൻ്റ് ഇരിക്കുക. നമുക്ക് ഗരുഡ എനർജി, നാഗ എനർജി എന്ന് നമുക്ക് കേൾവിപ്പെട്ടി. ഗരുഡ നാഗർ അത് നമ്മൾ സ്റ്റോറി എന്ന് അറിയിരിക്കും. ഇവർ തമ്മിൽ സണ്ട എന്താ മാതിരി ഇരിക്കും. പക്ഷെ ആക്ച്വലി ഇതിൻ്റെ 2 എനർജി ഇതാണ്. നമ്മ നാഗ എനർജി സ്പിരിച്വൽ എനർജി, ഗരുഡ എനർജി പവർഫുൾ എനർജി, അധികാര എനർജി. നാഗ എനർജി ഇപ്പോൾ നമ്മൾ കുണ്ടലിനി 3 ചുറ്റി ഉയർന്ന് വിരിയും അന്ത മാതിരി ചൊല്ലും. അത് നമ്മ ഗോഡിന്റെ ബാക്കിലൊക്കെ പാമ്പ് മാതിരി വെച്ചിരിക്കുന്നത്. കുണ്ടലിനി അവളോ പവർഫുൾ ആയിരുന്ന ആൾക്കാരുന്നു. ഇത് നാഗ എനർജി നിറയെയുള്ള ഇടം എന്താ ഏഷ്യ. വെസ്റ്റേൺ സൈഡിൽ ഗരുഡ എനർജി ഇരിക്കുക. ഒരു ഓൾമോസ്റ്റ് എല്ലാ റിലീജിയനും പാരുമ്പോ സ്റ്റാർട്ട് പണിത് ഏഷ്യയിലതാണ്. എന്നാ உங்களுக்கு വെസ്റ്റേൺ സൈഡ് പാരുമ്പോ പവർഫുൾ ആയിരിക്കുന്നത് ഇപ്പോഴും അവരുതാണ്. അവരുടെ ഫ്ലാഗ് എടുത്ത് പാരുമ്പോ അതിൽ കഴുകരിക്കും, ഗരുഡരിക്കും. അപ്പൊ ഈ 2 എനർജിയും കണക്ട് ആവുന്ന ചില റയർ പോയിന്റുകൾ ഇരിക്കും. അതിലൊരു റയർ പോയിന്റ് தான் ഉച്ചി. അപ്പൊ അത് ரொம்ப ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. അപ്പൊ നമ്മൾ അങ്ങ് പോയിട്ട് പ്രയർ പണി പഴനിയിലൊന്ന് യാഗം പണുമ്പോൾ 2 വിഷയത്തേക്ക് ഞാൻ ചെയ്തത്. ഒന്ന് ഇന്ത്യ വിശ്വഗുരു എന്നുള്ള പൊസിഷനിലേക്ക് റിട്ടേൺ വരണം. ഒന്ന് ഇന്ത്യ വിക്രമാദിത്യ ടൈം മാതിരി പവർഫുൾ ആവണം. ആ നീ റിസൾട്ട് പറയുമ്പോൾ ഒരു കൺട്രി പവർഫുൾ ആവണമെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് വേറെ വിഷയങ്ങൾ കിടച്ചിട്ട് താൻ പവർഫുൾ ആവുക. ഇപ്പോൾ ഗൾഫ് കൺട്രീസുകൾ പവർഫുൾ ആവണത് ഓയിൽ കിടച്ച കാരണം. ഇപ്പോൾ പാരുമ്പോ നമ്മൾ ഇത് 2021 അപ്പുറം ലിഥിയം നിറയെ കിടച്ചാച്ച്. കാശ്മീർ, രാജസ്ഥാൻ, കൊല്ലത്തിൽ പെട്രോളിയം കിടച്ചിരിക്കുക. ഇനി ന്യൂസ് പാരുമ്പോ உங்களுக்கு நிறைய பார்க்க முடியும். ഭൂമിക്കടിയിൽ നിന്ന് நிறைய விஷயങ്ങൾ கிடைக்க போகுது. அப்படிதான் ഇന്ത്യ പവർഫുൾ ആവണത്. അടുത്ത ഡ്യൂട്ടി പറ്റി ചൊല്ലുங்க. അടുത്ത ഡ്യൂട്ടി 2022 ഡിസംബർ 4 ചെന്നൈയിൽ ഒരു യാഗം പണിയാச்சு. യാഗത്തിന്റെ പേര് ചെന്തമിഴ് മുരുക വീര ചോള പെരുവേൽവി. ചെന്തമിഴ് മുരുക വീര ചോള പെരുവേൽവി. എല്ലാ ചോള രാജാക്കന്മാർക്കും ട്രിച്ചിയിൽ ദർപ്പണം പണി
சோழന്മാർ ട്രാവൽ பண்ணி எல்லா இடங்களிலும் போய் மண்ணெடுத்து வந்துட்டு தான் யாகம் பண்ணி. இதுல எங்க சோழர்கள் வந்தாங்க? அதுதான் சொல்ல வருது. ഞാൻ മാലദ്വീപ് പോയാச்சு, தாய்லாந்து போயாச்சு, எல்லாவனையும் போய் எடுத்துட்டு வந்தாச்சு. எதுக்கு அந்த யாகம்னு சொல்லி കഴിഞ്ഞാൽ முருகப்பெருமாள் சொல்லியது சோழന്മാരുടെ விஷயங்கள் இங்கே நிறைய நடக்க போகுது, தமிழ் கலாச்சாரம் பவர்ஃபுல் ஆகணும், இந்த யாகத்துக்கு இதுக்கு தான் இந்த யாகம் பண்ணின்னு சொல்லியது. அப்படி யாகம் பண்ணியாச்சு 2022 டிசம்பர் 4. 4 മാസத்துக்கு அப்புறம் നമ്മൾ ന്യൂ പാർലമെന്റിൽ ചോളന്മാർ ചെങ്കോല് പ്രതിഷ്ഠ பண்ணியாச்சு. വെറും 4 മാസം. இந்த യാഗം കഴിഞ്ഞ 4ാമത്തെ മാസം തമിഴ് മന്ത്രം ചൊല്ലി ചോളന്മാരുടെ പുതു പാർലമെന്റിൽ നമ്മുടെ பிரைம் மினிஸ்டர் செங்கோல் പ്രതിഷ്ഠ பண்ணியாச்சு. உங்களுக்கு அந்த பார்லிமெண்ட் பாருங்க, பார்லிமெண்ட் டிசைன் மயூர டிசைன் தான், பீகாக் டிசைன் தான். அது எப்படி அது பாருங்க, உங்க போட்டோ எடுத்து பாருங்க எப்படி கனெக்ட் ஆகுதுன்னு கேக்குறேன். ഒരു വിഷയം കൂടി சொல்ல, 888 സീറ്റ് தான் ഉള്ളത്, കൂട്ടി பாருங்க 6 தான் വരും. ഇതെന്നാ കാരണം വെച്ചാൽ പാർലമെന്റ് എന്ന് சொல்லണത് ഞാൻ എപ്പിടി ലീവ് பண்ணணும், ഉങ്ങള് എപ്പിടി ലീവ് பண்ணணும் ഡിസൈഡ് பண்ண ഇடம். അങ്ങിന്ന് വരുന്ന ലോസ് தான் நம்ம ഇതാക്കണം. അപ്പൊ അങ്കേ മുരുകപ്പെരുമാളെ എനർജി പോയി ചേർന്നിരിക്കുക. ഇനി നിറയെ വിഷയങ്ങൾ മുരുകപ്പെരുമാളുടെ ഡയറക്ഷൻ தான் അങ്കേന്ന് വെളിയിൽ വരും. அதுக்கு தான் இந்த முருகத்தில் அந்த மாதிரி விஷயம் ഓട്ടോമാറ്റിക്കായിട്ട് നടന്നത്. ഇന്ന് യാഗം നടന്ന് 4 മാസத்துக்குള്ളിൽ தான் ഇതെല്ലാം നടന്നത്. അത് மட்டுമല്ല, நம்ம பூம்பார்ல அங்க கடல்ல அடியில் சிட்டி റിപ്പോർട്ട് വന്നു കണ്ടുപിടിച്ചു 15,000 years ഓൾഡ് സിറ്റി. നമ്മൾ സ്റ്റഡി പണ്ണ ബുക്കിൽ, സ്കൂളിൽ സ്റ്റഡി പണ്ണ ബുക്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഓൾഡസ്റ്റ് പീരീഡ് 4000 BC, ഹാരപ്പൻ മോഹൻജദാരോ. ഇപ്പൊ തമിഴ് സിറ്റി தான் കണ്ടുപിടിച്ചിട്ട് കടലിനടിയിൽ 15,000 அவ்வளோ ஹிஸ்டரி பேக்கிലേക്ക് போயாச்சு. ഇനി உங்களுக்கு பாருங்க കുമാരികാണ്ഡത്തിൽ അത് പോയി നിൽക്കും. அந்த மாதிரி விஷயங்கள் வரும். இந்த யாகம் കഴിഞ്ഞ ഒരു 4 months. അത് மட்டுമല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ UN പോയി പേശിയാச்சு, തമിഴ് ലാംഗ്വേജ് தான் ഓൾഡസ്റ്റ് ലാംഗ്വേജ് വേൾഡിൽ, ഞാനതിൽ പെരുമപ്പെടണമെന്ന് சொல்லியாச்சு. ഒരു പ്രൈം മിനിസ്റ്റർ சொல்லுമ്പോൾ ഉലകം മുഴുവൻ അത് കേൾക്കും, நிறைய பேரோட கவனம் அது மேல வரும். இந்த யாகம் കഴിഞ്ഞ 4 മാസத்துக்கு அப்புறம் தான் ചെയ്തது. ஓகே ஓகே. அண்ட் நீங்கள் வந்து போகரோட இதெல்லாம் ட்ராவல் பண்ணியிருக்கேன் அப்படின்னு சொன்னீங்களே, அதோட எக்ஸ்பீரியன்ஸ் என்னவா இருந்துச்சு? இப்போது ഏറ്റവും ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് சொல்லிட்டு ബാക്കിലേക്ക് പോകാം. ലാസ്റ്റ് വന്ന് സ്പിറ്റി വാലി പോയിരുന്നു. സ്പിറ്റി വാലി എന്ന് சொல்லണത് ഹിമാചൽ പ്രദേശിലെ ഒരിടം. ആക്ച്വലി ചൈനയുടെ ടിബറ്റൻ സൈഡ്, അതിൻ്റെ ഇന്ത്യൻ സൈഡ് தான் സ്പിറ്റി വാലി. നമുക്ക് എപ്പിടി പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഷിംലയിൽ പോയി, ചണ്ഡീഗഡ് പോയി, ചണ്ഡീഗഡിൽ നിന്ന് ഷിംലയിൽ പോയിട്ട് 450 കിലോമീറ്റർ ഇരിക്കുക സ്പിറ്റി വാലിക്ക്. അത് ഒരു വഴി. രണ്ടാമത് വഴി മണാലി പോയിട്ട് 180 കിലോമീറ്ററിൽ പോകാൻ മതി. അതിൽ 100 കിലോമീറ്റർ ഓഫ് റോഡ് തന്നെ, റോഡേ ഇല്ല. പക്ഷെ ശരിയാണ് ബ്യൂട്ടി. ஏதாவது ரைடர்ஸ் இது பார்க்கணும், கண்டிப்பாக போங்க, லைஃப்பில் கிட்ட பெரிய எக்ஸ்பீரியன்ஸு. ரிஸ்க் தான், പക്ഷേ ரொம்ப எக்ஸ்பீரியன்ஸு. அங்கே போயாச்சு. எதுக்கு போய் മുരുകപ്പെരുമാൾ പ്ലസിൽ പോയാച്ചാൽ ലാവോസിൻ്റെ സമാധി സ്ഥലം തന്നത്. അതായത് ബോഗർസിയുടെ സമാധി പഴനിയിൽ അവർ ചൈനീസ് ഉയരെടുത്ത് റിട്ടേൺ വന്ന ടിബറ്റിൽ വന്ന അവരുടെ സമാധി സ്ഥലം എന്താ സ്പിറ്റി വാലി. അത് അങ്ക ഞാൻ പഴനിന്ന് വിഭൂതി കൊണ്ടുപോയി അംഗസമർപ്പണം പണി വെച്ചാൽ അങ്ങേന്ന് മണ്ണെടുത്ത് കൊണ്ടുവന്ന് ഗുഹയിൽ കൊണ്ടുപോയി. അത് എതുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൈനീസ് ഇന്ത്യ ഒരു സ്പിരിച്വൽ പാത്ത് இருந்தாச்சு ரொம்ப வருஷம் முன்பு. அந்த டைமில் தான் போகர் சித்திரக்கு நிறைய ட்ராவல் பண்ணியாச்சு. அதுக்கப்புறம் அதெல்லாம் க்ளோஸ் ஆயாச்சு, പൊളിറ്റിക്സ് മാറിയാச்சு, ഇന്ത്യ ചൈനയ്ക്ക് ഇനിമേ ലെവലിൽ മാറിയത്. അത് ചേഞ്ച് ആവണം. ഒരു ഇന്ത്യൻ അങ്ങനെ ഒരു ടിബറ്റിൽ ഒരു സ്പിരിച്വൽ പാത്ത് ഓപ്പൺ പണിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇന്ത്യ ചൈന ഒരു കണക്ഷൻ கொஞ்சம் കൂടി നല്ല വഴിയേ വരും. அது இந்தியாவுக்கு வேர்ல்டு சூப்பர் பவர் എന്നുള്ള ഒരു പെർഫോമൻസ്. இப்போ இனிமே இருக்கக்கூடிய நெய்பரிங் கண்ட்ரியை வந்து ஃப்ரெண்டா மாத்திட்டாக்க இன்னும் கொஞ்சம் அப்கிரேட் நம்மளோட இது வந்து ஸ்டேட்டஸ் இதுவாகும். കണ്ടിപ്പാ. കാരണം അത് ரொம்ப പവർഫുൾ ആയിട്ട് വരും. അതുക്ക് തന്നെ നമ്മൾ ഇതുക്ക് മുമ്പ് നടന്നൊരു യാഗമുണ്ട്, ഇങ് യാങ് യാഗം എന്ന് ചൊല്ലിയിട്ട് പഴനിയിൽ നടന്നാச்சு 2023. അത് ആഗസ്റ്റ് 15 தான் നടന്നത്. അത് ഇതുക്ക് தான் നടന്ന യാഗം. അപ്പം ഞാൻ എന്നാ പണി തരുമാ താവോസ്റ്റ് പീപ്പിളെ പോയി பார்த்தாச்சு சிங்கப்பூர். சொல்லிட்டு உங்க குரு நம்ம குரு ஒராளு அந்த காலத்துல உங்களுக்கு நிறைய இங்கே வந்திருக்கேன், வாங்க பழனியிலேன்னு சொல்லி அவர் வந்தாச்சு. அவர் வந்து நம்ம யாகத்தில் அட்டென்ட் பண்ணியாச்சு. அதுக்கப்புறம் அவரோட கான்ஃபரன்ஸில் என்னை கூப்பிட்டாச்சு. അതൊരു എന്താ പറയുക, ഒരു സ്റ്റാർട്ട് പണിയിരിക്കുക എന്താ എനർജി. അത് സ്റ്റാർട്ട് பண்ணி ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഇന്ത്യ ചൈന എന്താ ആ വാറിൻ്റെ സിറ്റുവേഷൻ കമ്മിയായി ഇന്ത്യക്ക് கொஞ்சம் കൂടി പവർഫുൾ ആവും இந்த ஏரியா. அதுக்கு தான் இந்த இது பண்ணியிருக்கிறது. அதாவது இந்தியா எப்படி பவர்ஃபுல் ஆகும், இந்திய ஹிஸ்ட்ரி எப்படி சேஞ்ச் பண்ணணும், அந்த வேலைகளை தான் நம்ம பண்ணிக்கொண்டிருக்கிறது. இது வந்து நாடு நம்ம இருக்கக்கூடிய அந்த சரௌண்டிங்ஸ் பற்றி நீங்கள் சொல்கிறீங்க. நம்மளோட இந்தியா வந்து இன்னும் கொஞ்சம் ஸ்டேட்டஸ் மேலோட்டு ஒரு சாதாரண மக்களுக்கு, ஒரு சாதாரண ஒரு மக்களுக்கு வந்து இந்த முருகயுகம் வந்து என்னெல்லாம் பண்ணி கொடுக்கும்? ஒரு
പേഴ്സണെ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും സക്സസ് ഒരു കൺട്രീനെ ഡെവലപ്പ് ചെയ്യുക. കൺട്രി ഡെവലപ്പായാൽ നിറയെ മക്കൾക്ക് അത് റിസൾട്ട് പോയി ചേരും. ഒരു പേഴ്സണെ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും പെരിയ വിഷയം എന്താ കൺട്രി ഡെവലപ്പായാൽ നിറയെ ആൾക്കാർ നല്ലത് ചേരും. ഇപ്പോൾ സാധാരണ മക്കൾക്ക് അവർക്ക് ഇന്ന് മുരുകയുഗത്തിൽ അന്ത എനർജി கிடைക്കാൻ വേണ്ടി ഓം ശരവണ ഭവായ നമഃ അന്ത മന്ത്രം ജപം അതൊരു ആൻറ്റിനതാണ്. இந்த முருகப்பெருமாள் எனர்ஜி ரிசீவ் பண்ண കാരണം ഇപ്പോൾ കാർത്തിക നക്ഷത്രങ്ങളിൽ നിറയെ എനർജി വരുന്ന ടൈം ഇതാണിത്. அந்த டைமில் அந்த மந்திரம் பண்ணி കഴിഞ്ഞാൽ கார்த்திகை நட்சத்திரம் நீங்க சொல்றது கிருத்திகை நம்ம இங்க ஒரு അല്ല കാർത്തിക നക്ഷത്ര പ്ലീഡിയസ് സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു നക്ഷത്ര കൂട്ടിരിക്കുക. ഓക്കെ ഓക്കെ അങ്കില എനർജി നിറയെ വരുന്ന ഒരു ടൈം ഇതാണിത്. അപ്പോൾ അത് മുരുകപ്പെരുമാളുടെ എനർജി தான். அந்த ரிசீவ் பண்ண ஓம் சரவண பவாய நமஹ എന്നുള്ള ഒരു ആൻറ്റി தான். அது ஜபம் பண்ணியாலே உங்களுக்கு அது இந்த டைமில் நிறைய முருக பிளஸிங் கிடைക്കാൻ വേണ്ടിയിട്ടുള്ളത്. நிறைய முருக கோவிலுக்கு പോകുമ്പോൾ அது உங்க பிற முருக டியூட்டி பண்ணும்போது உங்களுக்கு அது லைஃப்ல நிறைய விஷயங்கள் கிடைக்கும். அண்ட் சார் இது வந்து ஜென்ரல் கொஷின்ஸ். இப்போ நீங்கள் சொன்னது எல்லாமே முருக யுகம் பற்றி எல்லாம் சொன்னீங்க. இது ஒரு ஜென்ரல் கொஷின்ஸ். இப்போது சமீப காலமாக வந்து இந்தியாவில்னு சொல்ல முடியாது, நம்ம இருக்கிற இடத்துல வந்து ஒரு ஆன்மீகம் இது வந்து கொஞ்சம் கம்மியாயிட்டு வருதுங்கிற மாதிரியான ஒரு ஃபீல் இருக்குது. ஸோ முன்ன இருந்த அந்த பூஜை புனஸ்காரம் அந்த நம்மளோட ட்ரெடிஷ்னல் இது கல்ச்சுரல் இது, பட் இப்போ நீங்கள் சொல்கிற இந்த முருக யுகம் வந்தோடனே திரும்பவும் வந்து நம்மளுடைய இது வந்து ஆன்மீக பூமியை திரும்ப ஒரு பெரிய ஒரு மாற்றம் வரும் சொல்கிறீங்க? கண்டிப்பாக அதில் ஒரு 2 விஷயம் இருக்கு. നമ്മൾ ഉങ്ങള് சொல்லுற மாதிரி ഒരു സൈഡിൽ കമ്മിയാണെങ്കിൽ വേറെ സൈഡിൽ അത് ഏറിയിരിക്കും. കാരണം എന്താ தெரியும், இந்த സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മളെല്ലാ വേറെ റിലീജിയനൊക്കെ നിറയെ സ്റ്റഡി ക്ലാസ് ഇരിക്കുക. ഒരു ഡേയിൽ ഒന്നുകിൽ ഫ്രൈഡേ അല്ലെങ്കിൽ സൺഡേ ഒക്കെ വാങ്ങോ കണ്ടിപ്പാக വരണം സ്റ്റഡി വേണം. നമുക്ക് ഹിന്ദുസിന് അപ്പടി ഇല്ല. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ നിറയെ ആൾക്കാർ ഇതേമാതിരി പേസുണ്ട്, നിറയെ വിഷയങ്ങൾ പേസും. അത് നിറയെ യൂത്തിൻ്റെ ഇടയിൽ പോയി ചേരുന്നുണ്ട് മക്കൾക്ക്. അത് റിസീവ് பண்ணிட்டு அப்படி ഒരു സൈലൻ്റ് ആയിട്ടൊരു വേവ് അണ്ടറിൽ നടക്കുന്നുണ്ട്. അത് അപ്പോൾ ഒരു സൈഡിൽ കമ്മിന്ന് சொல்லுമ്പോൾ വേറെ സൈഡിൽ അണ്ടർ ലെവലിൽ ഇതൊരു വേവ് നടക്കുന്നുണ്ട്. അതൊരു നല്ല പവർഫുള്ളാன വേവ്. അത് ശരിക്കും ആക്ച്വലി அது இந்த முருகயுகத்தில் ரொம்ப யூஸ் ஆகிட்டு வரும், பவர்ஃபுல்லாகிட்டு வரும். ஓகே சரி, இப்போ எங்களுக்கு வந்து முருகர் என்ன மெசேஜ் கொடுத்துருக்காரு உங்கள் மூலமாக? நல்ல யுகம் வரப்போகுது, நல்ல காலம் வரப்போகுது, முருகயுகம் வரப்போகுது. അവരുதான் എല്ലാം അവരുടെ പാദത്തിൽ സമർപ്പണം பண்ணுவோம், സറണ്ടർ. ആ വാക്ക് അത് அந்த വേർഡ് നമുക്ക് நல்லா தெரியணும். அந்த വേർഡെന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് മട്ടും നമ്മൾ റിസൾട്ട് അവരുടെ കയ്യിൽ. നമ്മൾ വർക്ക് മട്ടും பண்ணுங்க അവർക്ക് വേണ്ടിയിട്ട്, റിസൾട്ട് അവരെ തരുங்க കയ്യിൽ. ஸோ நீங்கள் சொன்ன மாதிரி இந்த ஓம் சரவண பவ சொல்லணும், முருகர் கோவிலுக்கு போகணும், வேற என்ன டியூட்டி? முருக டியூட்டி பண்ணணும், முருக யுகத்துக்கு தேவையான விஷயங்கள் பண்ணணும். அது ഓട്ടോമാറ്റിക്കായിട്ട് ഉങ്ങളെ തെരിയ വെക്കും. இப்போ ஆக்சுவலி எனக்கு கிடைச்சொரு மெசேஜ் வச்சு எல்லாருக்கும் നിങ്ങൾ எங்கேயும் உள்ள அட்வர்டைஸ்மெண்ட் பார்க்காது. அது காரணம் என்ன தெரியுமா, அது டிசைன் அப்படி என்னோட முருகப்பெருமாள் சொல்லியது 3-4 விஷயங்கள் சொல்லியிருக்கேன். ஸ்டார்ட் பண்ணுவோம். குருன்னு சொல்லக்கூடாது, ഞാൻ உங்களை நீங்கள் சொல்லிக்க கூடாது, ப்ரொபகேட் பண்ணக்கூடாது. ஓகே. ഒരു ഗോഡ് മാൻ சொல்லக்கூடாது. ഒരു ക്യാപ്റ്റൻ, ഒരു ടീം ക്യാപ്റ്റൻ ആയിട്ട് ഇരുന്ന് നോർമലായിട്ട് പേശുങ്കോ, നോർമൽ ഡ്രസ്സ് പോടുങ്കോ. ഉങ്ങളെ തേടി இந்த കുമാരിയാണത്തിൽ പീപ്പിൾ அந்த காலத்தில் இருந்தவர் நிறைய ரீபர்த் ஆയിരിക്കും உலகம் முழுவதும். ஒரு டைமில் அவருக்கு ஸ்பார்க்கு கிடைக்கும், ஆட்டோமேட்டிக் உங்களை தேடி வரும். முருகயுகத்துக்கு வேண்ட தேவையான விஷயங்கள் பண்ணித்தரும். அப்படிதான் அதெல்லாம் நடக்கிறது. ഞാൻ ആരും തേടി പോകുന്നില്ല, എല്ലാവരും എന്നെ തേടി വരുന്ന ടൈം ഇരിക്കുക. அப்படியே ഓരോ ഡ്യൂട്ടി பெரிய பெரிய டியூட்டியே பண்ணிக்கொண்டிருக்கிறது. அண்ட் சார் இன்னொன்று ஒரு காமன் பர்சனாக எங்களுக்கு என்ன ஒரு டவுட்டுன்னா, பொதுவாகவே வந்து உயர் பதவியில் இருக்கக்கூடியவங்க ஒரு பிரைம் மினிஸ்டர் ஆகட்டும் யாராக வந்து முருகர் கோவிலுக்கு வர்றதை வந்து நாங்கள் இதற்கு அது மாதிரி கேள்விப்பட்டதில்லை. ஸோ முருகரோட யுகமே வரப்போகுது, முருகரோடைய ஆட்சி நடக்க போகுது அப்படின்னும் பொழுது இதுக்கப்புறம் அதுக்கான வாய்ப்புகள் இருக்கா? കണ്ടിപ്പാ ഞാനിപ്പോൾ ലാസ്റ്റ് അതിലൂടെ അഡീഷണൽ ആയിട്ട് ഒരു വിഷയം കൂടി ഞാൻ ചൊല്ലാം. ഞങ്ങൾ ലാസ്റ്റ് യാഗം പണിയത് இந்த വർഷം മാർച്ച് 14 ഉജ്ജയിനിൽ വെച്ചിട്ടാണ് യാഗം പണിയത്. പളനി ഉജ്ജയൻ കാർത്തികേയ മഹായാഗം, അപ്പോഴാണ് യാഗത്തിൻ്റെ പേര്. இப்போ നോർത്ത് ഇന്ത്യയിൽ தான் அந்த யாகம் பண்ணது. இப்போ നോർത്ത് ഇന്ത്യയിൽ കാർത്തികേയെന്ന് தான் சொல்லும், മുരുക വഴിപാട് കമ്മിന്ന് சொல்லும். പക്ഷെ ഒരു വിഷയം പാരുங்க, വിക്രമാദിത്യരുടെ സണ്ണിൻ്റെ പേരെന്താ தெரியுமா? കുമരഗുപ്തൻ. അവരുടെ സണ്ണിന്റെ പേര് എന്താ தெரியுமா? സ്കന്ദഗുപ്തൻ. ഒരു കിങ്ങിന് അപ്പടി പേര് വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അന്തഘട്ട കാലത്തിൽ എവിടെ ആൾക്കാർക്ക് അന്ത പേരിരിക്കും. അപ്പൊ മുരുക വഴിപാട് ഇരുന്നാച്ച്. ഇപ്പൊ മധ്യപ്രദേശില് വിദേശ എന്ന് പറഞ്ഞൊരു ഇടം, അങ്ങൊരു 18 ഗുഹ ടെമ്പിൾ ഇരിക്കുക, കേവ് ടെമ്പിൾ. ഇപ്പൊ യുനെസ്കോ താൻ മെയിൻറ്റെയിൻ പണത്. ചന്ദ്രഗുപ്തന്റെ ടൈമിൽ താൻ അത് ബിൽഡപ്പ് പണിയത്. അത് 3ാമത്തെ ഗുഹ എന്നാ தெரியுமா? കേവിലുള്ള ഇത് മുരുകപ്പെരുമാളുടെ ശിലതാണ്. அது அந்த கூகுள் சர்ச் பண்ணி பாருங்க, பழனியாண்டர் எப்படி சிலை இருக்கணும் அதே மாதிரி தான் அந்த சிலை இருக்கிறது. ஒரு டைமில் அப்படி இருந்தாச்சு, அது இப்போ ரிட்டர்ன் வரும். அது மட்டும் இல்லை, இப்போ நம்ம பிரைம் மினிஸ்டர் விஷயம் சொல்லியாச்சு. அவரிப்போ நலந்தா யூனிவர்சிட்டி ஓப்பன் பண்ணியாச்சு. அது பில்டப் பண்ணியது குமரகுப்தன் தான், அவரு ஃபவுண்டர் குமரகுப்தன் தான்.
இப்போ நீ நம்ம பிரைம் மினிஸ்டர் விஷயம் വരുമ്പോ കൊറോണ ടൈമിൽ ഒരു ദീപം കൊളുത്താൻ ചൊല്ലിയിരുന്നു എല്ലാവർക്കും. അവർ അന്ന് ഒരു എന്താ ഡ്രസ്സിൽ വന്നത് தெரியுமா? വേസ്റ്റ് കൊടുത്തിട്ട് താൻ വന്നത്, മയില് വിളക്ക് താൻ വെച്ചിരുന്നത്. പാരുങ്ങോ സർച്ച് കൊണ്ട് പാരുങ്ങോ. അപ്പൊ അപ്പടി ചെയ്തൊരാള് പാർലമെന്റിൽ മയൂര പീകോക്ക് തീം റെഡി പണിയ ആള്, 888 സീറ്റ് റെഡി പണിയ ആള്. കണ്ടിപ്പോ അതൊരു കണക്ഷൻ ഇരിക്കും, കണ്ടിപ്പോ അവര് വരും ഇതില്. ഇതെല്ലാം ഉള്ളിൽ നടക്കുന്ന ചില വിഷയങ്ങൾ ടൈം ആകുമ്പോ കണ്ടിപ്പോ അത് ചെയ്തിരിക്കും. அதே மாதிரி இன்னொரு டவுட் என்னன்னா, இப்போ நம்மளுடைய நாட்டை விட பார்க்கும்பொழுது மலேசியா, சிங்கப்பூர் அந்த இடத்துல வந்து முருகரோட சிலைகள்லாம் வந்து ரொம்ப பிரம்மாண்டமாகவும் நிறைய வழிபாடு இங்கே நடக்கிற மாதிரி காவடி இதெல்லாம் அங்கே இன்னும் வந்து விமர்சையாகவும் பண்ணுறாங்க. அதுக்கு என்ன காரணம் சார்? ഇത് കുമാരികാണ്ഡം ഞാൻ ചൊല്ലിയാച്ചില്ലേ, നമ്മൾ കുമാരികാണ്ഡത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് இந்த ஆப்பிரிக்கால மடகாஸ்கர் முதல் ஸ்டார்ட் பண்ணி ஆஸ்திரேலியா வருது. அந்த பெரிய ஒரு കോണ്ടിനെന്റ് തന്നെ അങ്ങനെதான் തമിഴ് എല്ലാം സ്റ്റാർട്ട് பண்ணது. ഒരു ടൈമിൽ അത് അലിഞ്ഞു പോയാச்சு. അപ്പോൾ കുറേ ഭാഗം കടലിനുള്ളിൽ പോയാச்சு, കുറേ ഭാഗം കഷ്ണങ്ങളായിട്ട് ഓരോ പീസായി മാറിയാச்சு. அந்த പീസ് தான் மலேசியா, சிங்கப்பூர், ജപ്പാൻ அந்த இடங்களெல்லாம். ഓട്ടോമാറ്റിക് அந்த എനർജി ഇരിക്കുക, അங்கே ഓട്ടോമാറ്റിക് அந்த എനർജി ഇരിക്കുക. അപ്പോൾ ഒരു മുരുകയുഗം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ എനർജി വർക്ക് பண்ணும். இப்போ நம்ம சிங்கப்பூர் எக்ஸாம்பிள் ഞാൻ சொல்லியாச்சு, அங்கே ஒரு யிங் யாங் தத்துவம் தான் அவர் யூஸ் பண்ணியிருக்காங்க. அங்கே ஒரு இடமுடி இருக்கு, മഗ്രജി റിസർവോയർ. മഗ്രജി റിസർവോയർ தான் പേര്. ഒരു പെരിയ റിസർവോയറിന്റെ ഫോറസ്റ്റ് ഇരിക്കുക, റിസർവോയർ ഇരിക്കുക. ആ റിസർവോയറിൽ ഒരു സ്വസ്തിക പോയിന്റ് ഇരിക്കുക, പവർഫുൾ എനർജി പോയിന്റ്. அது എനിക്ക് കിടച്ചിട്ട് ഞാൻ അങ്ങ് പോയിരുന്നു വെച്ചാൽ അത് സ്വസ്തിക എന്ന് சொல்றது നമ്മൾ பார்த்திരിക്കും. അത് ശരിക്കും ആക്ച്വലി വെച്ചാൽ 2 ലൈൻസ് தான். 2 ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ബിഗ് ഡീപ്പർ സപ്തർഷി മണ്ഡലത്തിന്റെ എനർജി தான், ഒന്ന് കാർത്തിക നക്ഷത്രത്തിന്റെ എനർജി தான். ഇതിൽ സെൻട്രൽ പോയിന്റ് അതിലാണ് ശിവശക്തി പോയിന്റ്. அந்த ഇടം தான் அந்த മഗ്രജി പവർ പോയിന്റ്. അതിലൊരു ഹിസ്റ്ററി ഇരിക്കുക. സെക്കൻഡ് വേൾഡ് വാറിൽ ജപ്പാനീസ് സിംഗപ്പൂർ ഓക്യുപ്പൈ பண்ணியாச்சு. അവർ എന്നിട്ട് അங்கே താങ്ങും, അங்கே ഒരു ക്യാപ്റ്റൻ, ഒരു മിലിറ്ററി ക്യാപ്റ്റന് അங்கே ഒരു എനർജി ഫീൽ பண்ணிட்டு அதுக்குள்ள ഒരു കോവിൽ വെച്ചവര് ഇതില്. அதுக்கப்புறம் വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാർ അവർ ഡിഫീറ്റ് பண்ணிட்டு എന്ത് കോവില് ഇടിച്ചു. ഇപ്പോഴെന്താ ഇതിരിക്കുക, അതിൽ കോവിലിന്റെ ബാലൻസ് പൊസിഷൻ അതൊക്കെ ഇരിക്കുക. നിങ്ങൾ പോയി പാരുങ്ങോ, അല്ലെങ്കിൽ റിസർച്ച് பண்ணி പാരുക. അപ്പോൾ அந்த എനർജി പോയിന്റ് ഇരിക്കുന്ന ഒരു ഇടം അത്. അപ്പോൾ ഓരോ കൺട്രീസിനും ഇരിക്കുക. ഈ കുമാരികാണ്ഡത്തിന്റെ കണക്റ്റഡ് പ്ലേസ് ആയ കാരണം ഓട്ടോമാറ്റിക്കായി அந்த എനർജി മുരുകത്തിൽ വർക്ക് ആകുമ്പോൾ மக்களுக்கு அந்த எனர்ஜி கிடச்சி അവർ മുരുകപ്പെരുമാൾ ரொம்ப ப்ரேயர் பண்ண ஸ்டார்ட் பண்ணும். முருக சிலைகள் வரும். இதெல்லாம் இந்த முருகத்தில் நடக்கிற விஷயம் தான். அதுக்கு காரணம் இந்த കുമാരികാണ്ഡം സ്ഥലം தான். ഇതെല്ലാം ഓരോ ഇടത്തിലും ഉണ്ട്. ഇനി പാരുക, ഇംഗ്ലണ്ടിൽ ഒരു ഇടം ഒഴിക്കുക, സിലിബുറി ഹിൽ എന്ന് ചൊല്ലും. സിലിബുറി ഗൂഗിളിൽ അടിച്ചപ്പോ അത് ശരിക്കും ആക്ച്വലി അഗസ്ത്യ സിദ്ധർ മുരുകയന്ത്രം വെച്ച ഇടം എന്താ ഇംഗ്ലണ്ടിൽ സിലിബുറി ഹില്ല്. ഇപ്പൊ ഗവൺമെന്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് ചൊല്ലിയിരിക്കുക. നിറയെ ആൾക്കാർക്ക് പോയി കുഴിച്ചിരിക്കുക അതിലെന്നായിരിക്കണത് പാക്കാൻ. മാൻ മെയ്ഡ് ഓൾഡസ്റ്റ് പിരമിഡ് താണിത്. നാച്ചുറൽ അല്ല, മാൻ മെയ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. அந்த மாதிரி நிறைய கதிர்காம ஸ்ரீலங்கையில் கதிர்காம போகர்சில் வச்ச முருகயந்திரம் தான். പക്ഷെ ரொம்ப பவர்ஃபுல்லான இடம். இலங்கை இவ்வளோ ரொம்ப இலங்கைக்கு എസ്കേപ്പ് ആവണമെങ്കിൽ ரொம்ப പവർഫുൾ ആവണമെങ്കിൽ ഒരേ ഒരു വിഷയം ചെയ്താൽ മതി, കതിർകാമ നല്ല ഗവനിച്ചാൽ മതി, ഇലങ്ക സക്സസ് ആവും. ഇലങ്ക ரொம்ப പവർഫുൾ ആയിട്ട് വരും. അത് അവളൊരു പവറായ സ്ഥലം താൻ കതിർകാമ. ജപ്പാനിലിരിക്കുക അങ്ങനത്തെ മാതിരി സ്ഥലം, കൊറിയയിലിരിക്കുക. ഞാൻ മംഗോളിയ പോയിരുന്ന ഒരു തടവ മുരുകപ്പെരുമാളുടെ ഡയറക്ഷനിൽ ഗോബി ഡെസർട്ട്, ഒരു ഡെസർട്ട്, പെരിയ ഡെസർട്ട്, അതിൻ്റെ ഉള്ളിൽ പോയി അങ്കുര എനർജി പോയിന്റ് ഇരിക്കുക. അത് ശമ്പാലയുടെ ഗേറ്റ് തന്നെ. അത് ഇന്ന മാതിരി ഇതൊക്കെ കുമാരികാണ്ഡത്തിൽ വർക്ക് പണ്ണുമ്പോൾ എനർജി വർക്ക് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുരുക വഴിപാട് நிறைய கண்ட்ரீஸில் ஆட்டோமேட்டிக் ரைஸ் ஆகும். ஒரு டைம் தான் இது. அண்ட் சார் நீங்கள் வந்து நிறைய இடத்துக்கு போகிறேன் அப்படின்னு சொல்றீங்க, மங்கோலியாவுக்கு போயிருக்கேன்னு சொல்கிறீங்க. ஒரு இடம் நீங்கள் சொல்லும்போது ஆச்சரியமாக இருக்குது. ஸோ அந்த இடத்துக்கு நீங்கள் போயிட்டு வர்றதுக்கான காரணம் அண்ட் நீங்கள் அங்கேருந்து உங்களுக்கு கிடைச்ச விஷயங்கள் ഇതെല്ലാം മുരുകപ്പെരുമാളുടെ ഡയറക്ഷനിൽ தான் പോണത്. അതെല്ലാം എനർജി പോയിന്റ്. മുരുകത്തിൽ അതെല്ലാം എനർജി ഓപ്പൺ பண்ணണം. അപ്പോൾ அந்த എനർജി പോയിന്റൊക്കെ നമ്മൾ ഇതൊക്കെ ഡോട്ടുകൾ ഫിൽ பண்ண വേല തന്നെ അത്. അപ്പോൾ அதுதான் നമ്മളിപ്പോൾ മംഗോളിയയിൽ ഗോബി ഡെസർട്ട് ശരിക്കും ரொம்ப കോൾഡസ്റ്റ് ഏരിയ. അത് ഉലൻബത്താർ தான் മംഗോളിയ ക്യാപിറ്റൽ. വേൾഡിൽ മോസ്റ്റ് കോൾഡസ്റ്റ് ക്യാപിറ്റൽ தான் ഉലൻബത്താർ. -30 വരെയൊക്കെ പോകും. அங்கே போய் ഞാൻ ഗോബി ഡെസർട്ടിൽ പോയി அந்த ப்ரேயர் பண்ணி அங்கே ഞാൻ ഒരു തമിഴരെ മീറ്റ് பண்ணியாச்சு. അപ്പോൾ அங்கே போய் ப்ரேயர் பண்ணி വന്നാச்சு. അതേമാതിരി ചൈനയിൽ പോയാச்சு. ജപ്പാനിൽ ഗുരു ബാബാജിയുടെ പവർഫുൾ ഒരു ഏരിയ ഇരിക്കുക, ക്യോട്ടോ എന്ന് പറഞ്ഞൊരിടം.
അതിൽ ഇന്നാരി ഷ്രൈൻ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ഇരിക്കുക. ആ മൗണ്ടനിൽ ഗുരുബാബാജിയുടെ പവർഫുള്ളാന ഒരു ബ്ലെസ്സിങ് കിടക്കുന്ന ഏരിയ തന്നെ അത്. இந்த முருகத்தில் வேர்ல்டில் பீஸ் அந்த பொசிஷன் ஹேண்டில் பண்ணது குருபாபாஜி தான். அதுக்கு தான் എന്നെ ക്യോട്ടോയിൽ അനുപ്പിയത്. അങ്ങൊരു ഹിസ്റ്ററി ഇരിക്കുക ക്യോട്ടോയിൽ ശരിക്കും ആക്ച്വലി. അതായത് സെക്കൻഡ് വേൾഡ് വാറിൽ ആറ്റം ബോംബ് എங்கே போடுறோம் എന്ന് ഡിസൈഡ് பண்ணிப்போ ക്യോട്ടോ தான் செலக்ட் பண்ணியது. പക്ഷെ അത് സൈൻ பண்ண ഓഫീസർ அங்கே அவருடைய ஹனிமூன் அங்கே தான் இருந்தது. அது ரொம்ப பிடிச்சு போச்சு. அது വേണ്ടാന്ന് சொல்லிட்டு தான் ഹിരോഷിമ നാഗസാക്കി പോട്ടതും. അത് അപ്പൊ അങ്ങൊരു എനർജി ഇരിക്കണ കാരണം അത് നടന്നത്. ഞാൻ നേരത്തെ சொல்லிட்டு ഓരോ സ്ഥലത്തിനും ഒരു എനർജി ഇരിക്കുക. அந்த எனர்ஜி அதுதான் என்னோட வேலை. அது அந்த டாட் கனெக்ட் பண்ணும்போது ஃபில் பண்ணும்போது நமக்கு ஒரு பிக்சர் கிடைக்கும். அதுதான் முருகயுகம். ஓகே, இதெல்லாம் வந்து முருகர் உங்களுக்கு கொடுத்த ஏதாவது நீங்க சொன்ன மாதிரி கனவுல இதெல்லாம் இந்த இடத்துல உங்களுக்கு காட்டிய. ഞാൻ 2013 വരെ தான் കനവ്. 2013க்கு அப்புறம் எல்லாம் ജ്യോതി രൂപത്തിൽ മുരുകപ്പെരുമാളെ പാത്തു തുടങ്ങിയാச்சு. 2020 അനന്തർ ഡയമെൻഷനിൽ ആൾക്കാരെ പാത്തു തുടങ്ങിയാச்சு. അതൊരു വേറെ സബ്ജക്റ്റ്. ஓகே ஓகே. அண்ட் முருகன் சொல்லும்போது இந்த ஆறுபடை வீடுகள் பற்றி நம்மளால் பேசாமல் இருக்க முடியாது சார். இந்த முருக யுகத்தில் ஆறுபடை வீடுகளோட முக்கியத்துவம் வந்து எப்படி வளரும் சார்? ஆறுபடை வீடு ரொம்ப இம்பார்ட்டண்டான സ്ഥലം. പക്ഷെ നമ്മൾ പാരുകോ 6 പട വീട് എന്ന് சொல்லணும். പട വീട് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആർമി ക്യാമ്പ്. ആർമി ക്യാമ്പ് ദേവസേനാപതി മുരുകപ്പെരുമാളുടെ ആർമി ക്യാമ്പ് തന്നെ. കുമാരിയാണ്ട ഇടത്തില് ഇതെല്ലാം ആറുപട വീട്. ഞാൻ சொல்லிச்சு കുമാരാണ് പീപ്പിൾ തമിഴ് പീപ്പിൾ தான். അവർ പവർഫുള്ളാன ഒരു ടൈം ഇരുന്നാச்சு. അപ്പൊ ഉലകത്തിൽ 6 ഇടങ്ങളിൽ ഇരുന്ന എനർജി പോയിന്റ് പട വീട് தான் യാറ് പട വീട്. എക്സാമ്പിൾ ഒരു 3 വിഷയം എനിക്ക് കിടത്തിരിക്കുക. ഒന്ന് ആസ്ട്രേലിയ ബ്ലൂ മൗണ്ടൻ தான் ഒരു പട വീട്. നിങ്ങൾ ആസ്ട്രേലിയ പോകുമ്പോ അങ്ങ് അബോർജിനൻസ് എന്ന് പറഞ്ഞ ഒരു പഴമുടി മക്കളുണ്ട്. അവരുടെ ലാംഗ്വേജ് തമിഴ് ഭാഷയായിട്ട് ரொம்ப കണക്റ്റഡ്. ഞാൻ അങ്ങൊരാളെ മീറ്റ് പണിയാச்சு കോളിൻ ഹൈറ്റർ. അവരൊരു ആർക്കോളജിസ്റ്റ്. അവർക്കൊരു തിയറി ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നതൊരാ ആസ്ട്രേലിയയിൽ വന്നിരിക്കുക. അങ്ങ് ഫ്ലഡ് ആയപ്പോൾ അങ്ങേന്ന് പോയിട്ട് താ പിരമിഡ് വെച്ചിരിക്കുക. പിരമിഡിലെ സ്പിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. സിംഹത്തല. ആസ്ട്രേലിയയിൽ ലയൺ ഐലൻഡ് എന്ന് പറയാൻ ഇരിക്കുക. ഇത് രണ്ടും എടുത്ത് പാരുന്നോ സെയിം താൻ. ഒന്ന് നാച്ചുറൽ, ഒന്ന് ഹ്യൂമൻ ബിൽഡ്. അപ്പോൾ ഇങ്ങനെ പോയ ആൾക്കാർ അത് പണിയിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ നിന്ന് തമിഴ് ലാംഗ്വേജിൽ ഇത് കിടത്തിരിക്കുക, ഷിപ്പ് കിടത്തിരിക്കുക അവർക്ക് പിരമിഡിൻ്റെ അടിയിൽ നിന്ന്. അപ്പോൾ അപ്പടി ഒരു കണക്റ്റഡ്. പിന്നെ ഒന്ന് ഉജ്ജയിൻ, ഒന്ന് റീയൂണിയൻ ഉണ്ട് ആഫ്രിക്ക. പിന്നെ 3 കടലിനുള്ളിൽ പോയിരിക്കുക. അങ്ങനെ 6 പട വീട്ടിൽ കടലെടുത്ത് പോയപ്പോൾ മൈഗ്രേറ്റ് പണി വെച്ച് നിറയെ ആൾക്കാർ. അവരുടെ ഇത് കൊണ്ടുവച്ച 6 പട വീട് தான் ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലിരിക്കുന്നത്. അവര് നമ്മ വഴിപാടിന് 6 ഉലകം മുഴുവൻ മുരുകയുഗത്തിൽ റിട്ടേൺ വന്ന് ഉലകം മുഴുവൻ പവർഫുൾ ആവാൻ പോകുന്നത്. അവളോ കണക്റ്റഡ് தான் ഉലകം മുഴുവൻ മുരുകപ്പെരുമാള്. അവര് വേൾഡ് ലീഡർ. ഉങ്ങള് ഒരു വിഷയം കൂടി ഞാൻ ചൊല്ലാം. നോസ്ട്രാഡാമസിന്റെ വിഷയങ്ങൾ നിറയെ ചൊല്ലുണ്ടല്ലോ. മുക്കടലിൽ നിന്നൊരു ലീഡർ വരും, ഉലകാട പോകുന്നതെന്ന് ചൊല്ലി നിറയെ വീഡിയോസ് നിറയെ ആൾക്കാർ ചൊല്ലണ വിഷയമാണ്. നോസ്ട്രാഡാമസ് ചൊല്ലിയിരിക്കുക ഒരു ലീഡർ വരും, ആ ലീഡർ താൻ ഇനി വേൾഡ് ആണ്. ശരിക്കും മുക്കടൽ എന്ന് ചൊല്ലണത് കുമാരിയാണ്ടാണ് താൻ. അങ്ങേന്ന് പറഞ്ഞ ടൈം താൻ മുരുകയോ, അങ്ങേന്ന് പറഞ്ഞ ലീഡർ മുരുകൻ. അവരിതാ അവിടെ പോകുന്നത്. ஓகே சார், ரொம்ப சந்தோஷம் சார். பிகாஸ் நீங்கள் சொல்கிற மாதிரி அதே முருகயுகம் வரட்டும். இன்னும் நிறைய வந்து ஒரு தனி மனிதனுடைய ஸ்டேட்டஸ் ஆகட்டும், அவங்க மூலமாக ஒரு நாட்டோடைய ஒரு உயர்வாகட்டும் வந்தபோது நிஜமாக சந்தோஷமான விஷயம் தானே அது. லைக் அண்ட் நீங்கள் சொல்கிற மாதிரி இந்த டியூட்டிஸ் இதை பார்க்குற எங்களோட நேயர்கள் யாரெல்லாம் இந்த முருகரோட டியூட்டிஸ், ஏன்னா முருகர் அவர் இப்போ உங்களை எப்படி தேர்ந்தெடுத்து உங்களுக்கு சில பொறுப்புகள் கொடுத்துருக்காரோ அந்த மாதிரி எங்களில் யாருக்கெல்லாம் அந்த பொறுப்புகள் கொடுத்து இந்த முருகயுகத்தை வந்து ஒரு வரவேற்கிறதுக்கான ஒரு வாய்ப்பு கிடைக்குதுன்னு பார்க்கலாம். அண்ட் இது வந்து கொஞ்சம் புரியறது கொஞ்சம் கஷ்டமாக தான் இருந்தது. ஆனால் நீங்கள் புரிகிற மாதிரி சொல்லும்பொழுது ஓகே, ஒரு நம்பிக்கை வருது. நீங்கள் சொல்கிற ஒரு பாயிண்ட்ஸ் எடுத்து நீங்கள் சொன்னீங்களே, செங்கோல் பிரதிஷ்டை பண்ண ஒரு விஷயம் அண்ட் காஸ்மிக் எனர்ஜி, இதெல்லாம் வந்து ஒரு எங்களுக்கும் ஒரு ஹோப் வருது. இந்தியா வந்து இன்னும் கொஞ்சம் அடுத்த லெவலுக்கு போகும்பொழுது நல்லது நடக்கும், முருகர் பார்த்துப்பார். அண்ட் எங்களுக்கு இவ்வளோ அழகாக எக்ஸ்பிளைன் பண்ணுறதுக்காக எங்கள் நேயர்கள் சார்பாக நன்றி தெரிவிச்சுக்கிறோம் சார். ரொம்ப நன்றி.